അറ്റൻഡൻസ് മോഡ്യൂൾ, HR, അക്കൗണ്ടിങ്, കലണ്ടർ, അഡ്മിഷൻസ്, പിന്നെ MIS എന്ന് പറയും. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ ഡിസ്കഷൻ മോഡ്യൂൾ, വർക്ക് ഡയറി, അസൈൻമെന്റ്, ക്ലാസ് നോട്ട്സ്, ടൈം ടേബിൾ, പിന്നെ കോഴ്സസ്, ഇവൻറ്റ്സ്, പെർഫോമൻസ്, പ്രൊഫൈൽ എഡിറ്റിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫീഡ്ബാക്ക്, ലെസൺ പ്ലാനിങ്, പിന്നെ ഇവരുടെ ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ മാനേജ്മെന്റ്, അവരുടെ ബേസിക്കലി ഹോസ്റ്റലിന്റെ അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടുത്തെ സ്റ്റേഷനറി ഇൻവെന്ററി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത് ബേസിക്കലി സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് എടുക്കുന്നതാണ്. അപ്പം ടീച്ചേഴ്സ് ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് അവർ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഒരു BBA പറഞ്ഞിട്ട് എടുക്കുന്നു, ഒരു സെക്കൻഡ് സെമസ്റ്റർ, ഒരു ഫസ്റ്റ് അവർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും. എന്നിട്ട് അവർ പ്രസന്റ് ഓർ ആബ്സെന്റ് എന്ന് ഇവർ പോയി ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു എന്താണ് പറയുക, ഒരു മൊബൈൽ ആപ്പായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് പോയിട്ട് ഈസി ആയിട്ട് അവർക്കത് അറ്റൻഡൻസ് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണാൻ പറ്റും. ഇവിടെ ഒരു പിങ്ക് കളറിൽ ഇവർ വെച്ചിരിക്കുന്നത് കാരണം ഇതിന്റെ അറ്റൻഡൻസ് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്തോ ഒരു ഫൈന് പുള്ളിക്ക് ഈ ഇദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ടാണ് അറ്റൻഡൻസ് എടുക്കാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് പല പല അറ്റൻഡൻസ് ഇതുണ്ട്. സ്പെഷ്യലൈസേഷൻ അറ്റൻഡൻസ് ഉണ്ട്, പിന്നെ ഹോസ്റ്റലിന്റെ അറ്റൻഡൻസ് ഉണ്ട്, അങ്ങനെ പല പരിപാടികളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നീട് HR എന്ന് പറഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാഫിന് ലീവ് എടുക്കാൻ പറ്റും, ലീവ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരും, ഏത് കാഷ്വൽ ലീവ്, ഏൺഡ് ലീവ്, ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി, കോംപ് ഓഫ്, ലോസ് ഓഫ് പേ, വെക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഓർഗനൈസേഷൻസ് പോളിസി നമ്മൾ ലീവിൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ലീവ് ചില കേസിൽ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് ചിലപ്പം റിജക്റ്റ് ചെയ്യും. അപ്പം ഓരോ ഇത് നമ്മൾ അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിലും പോകും എംപ്ലോയീസിന്. പിന്നെ ഇത് ഇവിടെ തന്നെ ചെക്ക് ചെയ്യും, സിസ്റ്റം തന്നെ ചെക്ക് ചെയ്യും വെദർ ഇറ്റ് ഈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ്വൽ ലീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൂടുതൽ എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ റൂൾസ് ഉണ്ട്. അതൊക്കെ സിസ്റ്റം തന്നെ ചെക്ക് ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു മാനേജറാണ് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അപ്രൂവ് ദ ലീവ് ആപ്ലിക്കേഷൻ ഓഫ് മൈ സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു വരും. അതായത് അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലീവ് എല്ലാം അപ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി. പിന്നെ നമ്മൾ അതിൻ്റെ ലീവ് ആപ്ലിക്കേഷൻ ഇവിടെ നോക്കാൻ പറ്റും. പിന്നെ ഇത് മാനേജ് സ്റ്റാഫ് എന്ന് പറഞ്ഞ് ഇത് ബേസിക്കലി ഹ്യൂമൻ റിസോഴ്സിനുള്ള ഒരു ഇതാണത്. ഇതെല്ലാം ഓരോ മോഡ്യൂൾസിന്റെ ആക്സസും നമ്മുടെ എല്ലാവർക്കും ഇല്ല. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ആക്സസ് റൈറ്റ്സ് ഗിവൺ ടു ഈച്ച് എംപ്ലോയി, then he will be able to see all those things. Since I am logged in as a super user, I have access to everything. അപ്പോൾ മാനേജ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അവിടെ വർക്ക് ചെയ്യുന്ന ഫുൾ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അവരുടെ ബയോമെട്രിക് ID നമ്പർ, പിന്നെ അവരുടെ എത്ര ലീവ് ബാലൻസ് ഉണ്ട്, പിന്നെ നമുക്ക് അവരുടെ ആക്സസ് റൈറ്റ് നമുക്ക് ഇവിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പോയി എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എഡിറ്റ് ചെയ്യുമ്പം അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വരും, നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ലെവൽ 1 ബോസ്, ലെവൽ 2 ബോസ്, അങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് ഉള്ളത് HR-ൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാനേജ് പൊസിഷൻ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ടൈറ്റിൽ, പുതിയ ടൈറ്റിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. പുതിയ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കോളേജ് ആയിട്ട് അവരുടെ പുതിയ അഡ്മിഷൻ, സ്റ്റുഡൻസിൻ്റെ അഡ്മിഷൻ എല്ലാം വരുമ്പോൾ അതിൻ്റെ ഫുൾ ഓട്ടോമേഷൻ ഇതിൻ്റെ അകത്ത് നടക്കും. അതായത് അവരുടെ ഡോക്യുമെന്റ്സ് അപ്ഡേഷനും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിന്നെ ബയോമെട്രിക്സ് ഡേറ്റ, അതായത് ഓരോ സ്റ്റാഫിൻ്റെയും ബയോമെട്രിക് ഇൻഫർമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത് എത്ര സമയത്ത് എത്ര മണിക്ക് അവർ പഞ്ചിൻ ചെയ്തു, എത്ര മണിക്ക് പഞ്ച് ഔട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള. പിന്നെ മാനേജ് ഹോളിഡേ ലിസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സാലറി ഡീറ്റെയിൽസ് ഓരോ സ്റ്റാഫിൻ്റെ നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ HR ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സാലറി സ്ലിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇമെയിൽ പോവുകയാണത്. ഇപ്പോൾ ഇതൊരു ഡമ്മി ഇതാണത്, കാരണം അതിൻ്റെ അകത്തൊന്നും എൻട്രി ചെയ്തിട്ടില്ല, ഇതൊരു ഡെമോ അക്കൗണ്ട് ആയ കാരണം. പിന്നീട് ഉള്ളത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കോളേജ് ആയതുകൊണ്ട് ഇവരുടെ
ഓരോ സ്റ്റുഡൻറ്റിന് ഫീസും എല്ലാം ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. പിന്നീട് ഉള്ളത് കലണ്ടർ, പിന്നെ അഡ്മിഷൻ ഞാൻ കാണിക്കാം. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് അവരുടെ ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജറിന് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് സ്റ്റുഡൻറ് അറ്റൻഡൻസ് റിലേറ്റഡ് റിപ്പോർട്ട്സ്, സ്റ്റാഫ് അറ്റൻഡൻസ് റിലേറ്റഡ് റിപ്പോർട്ട്, അങ്ങനെയൊക്കെയുള്ള ഓരോ റിപ്പോർട്ടുകൾ. പിന്നീട് ഡിസ്കഷൻ മോഡ്യൂൾ, ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദ ഓർഗനൈസേഷൻ ചിലർ യൂസ് ചെയ്യും. ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ് ഇഫ് യു വാണ്ട് ടു ഡിസ്കസ് സംതിങ് യു ക്യാൻ ഡു. പിന്നെ അസൈൻമെന്റ്സ്, ക്ലാസ് നോട്ട്സ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു കംപ്ലൈൻറ്റ് മോഡ്യൂളാണ്. അതായത് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതായത് സംതിങ് ഈസ് നോട്ട് വർക്കിംഗ്, ലെറ്റ്സ് സേ എന്താ പറയുന്നത്, അവിടുത്തെ ഒരു ക്ലാസ് റൂമിലുള്ള ഒരു പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ല, സോ യു ക്യാൻ ലോഗിൻ എ കംപ്ലൈൻറ്റ് ഹിയർ. ഒരു ടൈറ്റിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇമേജ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് വൺസ് യു അസൈൻ ദ വർക്ക് ഇറ്റ് വിൽ ഗോ ടു സം പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് അത് അസൈൻ ചെയ്യും, അവരുടെ കീഴിലുള്ള ആർക്കെങ്കിലും അസൈൻ ചെയ്യും. പിന്നെ നമുക്കതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ കോഴ്സസ്, ടൈം ടേബിൾ. അതായത് ഇതിപ്പോൾ ഒരു കോളേജ് ആയ കാരണം അഗെയിൻ ലൈക്ക് ടൈം ടേബിൾ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ കോഴ്സും ഏത് കോഴ്സാണ്, ഏത് സെമസ്റ്ററാണ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇത് വരും. BCom A സെക്കൻഡ് സെമസ്റ്റർ എന്ന് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ മൺഡേ എത്ര ക്ലാസ്സുകളുണ്ട്, ആരെ എടുക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് വരും. പിന്നീട് പിന്നെ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പിന്നെ സ്റ്റോക്ക് എടുക്കുക. സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റേഷനറി ഒക്കെ ഉണ്ട്, ആ സ്റ്റേഷനറി എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കണം. ആരെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള മാനേജ്മെൻറ്റോട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ടൈപ്പ് ഓഫ് ബാക്ക് എൻഡ്, നമ്മളിപ്പോൾ പേപ്പറിൽ രജിസ്റ്ററിലൊക്കെ പണ്ട് ചെയ്ത് വരുന്ന പരിപാടികൾ മൊത്തം ബാക്ക് എൻഡ് നമുക്ക് ഇതിപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ